अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहू वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين हमारा ये दावा है कि अहमदियत ने इंशाअल्लाह ताला അഹ്മദിയ ജമാഅത്ത് ലോകത്ത് വിജയിക്കും इस्लाम से कोई എന്നതാണ് നമ്മുടെ വാദം. असल में हकीकी इस्लाम അഹ്മദിയത്ത് ഇസ്ലാമിൽ നിന്നും വിഭിന്നമായ ഒന്നല്ല. हकीकी इस्लाम യഥാർത്ഥ ഇസ്ലാമാണ് അഹ്മദിയത്ത്. അഹ്മദിയത്താണ് യഥാർത്ഥ ഇസ്ലാം. चाहे जितना मर्जी शोर मचाते रहें कि अहमदी അഹ്മദികൾ മുസ്ലിങ്ങളല്ല എന്ന് നമ്മുടെ എതിരാളികൾ की फेली शहादत എത്ര തന്നെ हर ഒച്ചവെച്ചാലും हमें मिनहसुल जमात അള്ളാഹു ജമാഅത്തിന്റെ കൂടെയുണ്ട് എന്ന് खुदा हमारे साथ അള്ളാഹുവിന്റെ പ്രവർത്തനം എപ്പോഴും തെളിയിച്ചു കാട്ടുന്നു. और दुनिया को हकीकी इस्लामी तालीम अगर कहीं मिल सकती है ഇസ്ലാമിന്റെ तो आ हजरत യഥാർത്ഥ അധ്യാപനം आशिक सादिक से मिल सकती है। എവിടെ നിന്നെങ്കിലും ലോകത്തിന് ലഭിക്കുമെങ്കിൽ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പ്രേമിയിൽ നിന്നാണ് ലഭിക്കുക. मौत से मिल सकती है जिसको അള്ളാഹു തആല തന്റെ വാഗ്ദാനപ്രകാരം ഇസ്ലാമിന്റെ इस्लाम की പുനരുദ്ധാരണത്തിനായി നിയോഗിച്ച കാലത്തിന്റെ ഇമാമിൽ നിന്നും വാഗ്ദത്ത മഹ്ദി മസിയിൽ നിന്നുമാണ് ലഭിക്കുക. इस्लाम का एहया नौ അദ്ദേഹം മുഖേനയാണ് ഇസ്ലാമിന്റെ പുനർജനനം ഉണ്ടാകുക. इस्लामी ममालिक हैं या അതിനാൽ दुनिया ഇസ്ലാമിക രാഷ്ട്രങ്ങളിലായാലും की इस्लाम की तालीम അമുസ്ലിം ലോകത്തായാലും की पैगाम യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം अब खुदा ताला നൽകാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് आशिक सादिक के जरिए ही मुकद्दर फरमा दिया। തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പ്രേമിയെയാണ്. लेगी कि जमात अहमदिया हकीकी അഹ്മദിയ ജമാഅത്താണ് मुसलमान है और യഥാർത്ഥ മുസ്ലിങ്ങളെന്നും इस्लाम की नुमाइंदा जमात ഇസ്ലാമിനെ യഥാർത്ഥ അർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്ന ജമാഅത്ത് ഇതാണെന്നും ഇന്നല്ലെങ്കിൽ നാളെ ലോകം അറിയുന്നതാണ്. नुमाइंदा 2 ദിവസം മുമ്പ് ലോസ് ഏഞ്ചലസ് ടൈംസിന്റെ പ്രതിനിധി की तादाद में हो വന്നിരുന്നു. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതായിരുന്നു: तो किस तरह നിങ്ങൾ അമേരിക്കയിൽ എണ്ണത്തിൽ കുറവാണല്ലോ, മാത്രമല്ല ജനങ്ങൾ നിങ്ങളെ അറിയുകയുമില്ല. मुल्क को खिला सकते हो? യഥാർത്ഥ ഇസ്ലാമിന്റെ സമാധാന സന്ദേശമാണ് ഞങ്ങൾ നൽകുന്നതെന്ന് നിങ്ങൾ വാദിക്കുന്നു. ഈ നാട്ടിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് പ്രചരിപ്പിക്കാൻ സാധിക്കും? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്,
ഇവിടെ അമേരിക്ക എന്ന രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഞങ്ങൾ അമേരിക്കയിലും ലോകത്ത് മറ്റെല്ലായിടത്തും നിങ്ങളുടെയോ നിങ്ങളുടെ സന്താനങ്ങളുടെയോ ഹൃദയങ്ങളെ വിജയിച്ചടക്കിക്കൊണ്ട് कुछ वो നിങ്ങളെ ഇസ്ലാമിന്റെ മടിത്തട്ടിൽ കൊണ്ടുവരുന്നതാണ്. किसी और रंग में न അദ്ദേഹം ഇതിനെ മറ്റേതെങ്കിലും രീതിയിൽ आज ये अभी जो പ്രസിദ്ധീകരിക്കുമോ എന്ന ആശങ്ക എനിക്കുണ്ടായിരുന്നു. रिपोर्ट उनकी पड़ी എന്നാൽ ജുമാക്ക് വരുന്നതിന് മുമ്പ് उसमें उन्होंने അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചത് ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹം ശരിയായ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും എഴുതുകയുണ്ടായി. हकीकत यही है कि अल्लाह ताला की तकदीर जिस तरह हमेशा अंबिया की तारीफ അള്ളാഹുവിന്റെ വിധി हज़रत मसीह मौऊद अलैहिस्सलाम പ്രവാചകന്മാരെ എപ്പോഴും സഹായിക്കുന്നത് പോലെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അതേ രീതിയിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. हर आन ഞാൻ പറഞ്ഞതുപോലെ इसके नज़ारे അള്ളാഹുവിന്റെ പ്രവർത്തനം ഓരോ നിമിഷവും इस यकीन पर ഇത് സത്യപ്പെടുത്തി കാണിച്ചു തരികയും ചെയ്യുന്നു. ने कुरानी अल्फाज कतबल्लाहु लाग़लिबन्ना अना व रुसुली कि अल्लाह ताला ने फैसला കതബല്ലാഹു ലാഗ്ലിബന്ന അന വ റുസുലി, गालिब आएंगे ഞാനും എന്റെ റസൂലും വിജയിക്കുന്നതാണെന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആന്റെ വിശുദ്ധ വചനത്തെ അള്ളാഹു എപ്പോഴും സത്യപ്പെടുത്തി കാണിച്ചതുപോലെ ये है आपको भी इन्हीं अल्फाज में तसल्ली വാഗ്ദത്ത മസീഹിനോട് അള്ളാഹു ഇതേ വാക്കുകളിൽ വാഗ്ദാനം നൽകുകയും तो ये भी जरूर अल्लाह ताला അദ്ദേഹത്തിന് വെളിപാട് ഇറക്കുകയും ചെയ്തതിനാൽ ഇതും അള്ളാഹു സത്യപ്പെടുത്തി കാണിക്കുമെന്നതാണ് നാം അടിയുറച്ച് വിശ്വസിക്കുന്നത്. ज़माने में कुरान करीम की तालीम को കാരണം അദ്ദേഹമാണ് लाने के लिए ഇക്കാലത്ത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തെ ലോകത്ത് വ്യാപിപ്പിക്കുന്നതിനായി അള്ളാഹുവിൽ നിന്നും നിയോഗിക്കപ്പെട്ടത്. कि खुदा ताला അതിനാൽ को फैलाने के लिए അള്ളാഹു अपने मुकर्रर തന്റെ ദീനിനെ വ്യാപിപ്പിക്കുന്നതിനായി की നിയോഗിച്ച के समान न फरमाए। തന്റെ വരിഷ്ഠദാസനെ हज़रत मसीह मौऊद अलैहिस्सलाम സഹായിക്കുകയില്ല എന്നത് അസംഭവ്യമാണ്. ने इब्तिदा से ही ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, कानून और अपनी सुन्नत करार അള്ളാഹുവും അവന്റെ റസൂലും വിജയിക്കും എന്ന് और उसका അള്ളാഹു പ്രാരംഭത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു. उसका रसूल മാത്രമല്ല ഇത് തന്റെ നിയമമാണെന്നും ചര്യയാണെന്നും വിധിക്കുകയും ചെയ്തിരിക്കുന്നു. और नए दावे ഞാൻ അവന്റെ റസൂൽ അഥവാ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. नबी करीम പുതിയ ഒരു ന്യായപ്രമാണവും പുത്തൻ വാദവും പുതിയ നാമവും ഇല്ലാതെ उसी में हो। ഖാത്തമുൽ അംബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം സ്വീകരിച്ചുകൊണ്ട് इसलिए मैं कहता അദ്ദേഹത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് हूं कि कदीम അദ്ദേഹത്തിന്റെ പ്രതീകമായി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരംഭകാലം തൊട്ട്, അതായത് ആദമിന്റെ കാലം തൊട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെ എപ്പോഴും मेरे हक में सच्चा निकलेगा। മുകളിലെ ആയത്ത് സത്യമായി പുലർന്നതുപോലെ ഇപ്പോൾ എനിക്ക് വേണ്ടിയും ഇത് സത്യമായി പുലരുന്നതാണ്. പറയുന്നു, इरादे को ഇവർ മുഖം തിരിച്ചത് കാരണം से तमाम नबी इस पर गवाही ആരംഭം മുതലുള്ള പ്രവാചകന്മാർ സത്യപ്പെടുത്തിയിട്ടുള്ള അള്ളാഹുവിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ ഇവർക്ക് തടയാൻ സാധിക്കുമോ? ഇല്ല. के कतब ഇതെല്ലാം അടുത്തു തന്നെ സത്യമായി പുലരാൻ പോകുന്ന അള്ളാഹുവിന്റെ പ്രവചനമാണ്. അള്ളാഹു പറയുന്നു, കതബല്ലാഹു ലഅഗ്ലിബന്ന അന വ റസുലി. अल्लाह ताला के फजल से रत्ती भर भी शक नहीं है और ना ही किसी सच्चे अहमदी को हो सकता है कि नाउजुबिल्ला നഊദു ബില്ലാഹ്, ജമാഅത്ത് ഏതെങ്കിലും അവസരത്തിൽ അള്ളാഹുവിന്റെ സഹായത്തിൽ നിന്നും വിട്ടുനിൽക്കുമോ എന്നതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് ഒരു കടുകുമണി തൂക്കം പോലും സംശയമില്ല. അതേപോലെ ഒരു യഥാർത്ഥ അഹമ്മദിക്കും ഇതിൽ ഒരിക്കലും സംശയം ഉണ്ടായിരിക്കുകയില്ല. ഈ വിജയം ഉണ്ടാകുകയില്ലെന്നതിൽ സംശയമില്ല. തീർച്ചയായും ഈ വിജയം ഉണ്ടാകും. എന്നാൽ ഇവിടെ ഓരോ അഹമ്മദിയും വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒന്ന്, ഈ വിജയം എന്താണെന്നാണ്. हो जाना ये गलत ഭരണകൂടങ്ങളെ പിടിച്ചടക്കുന്നതാണോ വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഓരോ നാട്ടിലും അഹമ്മദികൾ ഭൂരിപക്ഷമാകും എന്നതാണോ? ഇതും വിജയത്തിന്റെ ഒരു ഭാഗമാണെങ്കിലും दो तरह से വിജയം രണ്ട് രീതിയിലാണ് അള്ളാഹു നൽകാറുള്ളത്. ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്. और नबी ഒരു ഭാഗം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്താണ് നടക്കുക.
പ്രവാചകൻ മുഖേനയാണ് ആ വിജയം നടക്കുക. नबी മറ്റൊന്ന് പ്രവാചകന്റെ മരണശേഷം लेकिन होता बाद में അദ്ദേഹത്തിന്റെ അധ്യാപനം വ്യാപിപ്പിക്കുന്നതിലൂടെയും इसकी वजाहत ഇത് പിന്നീടാണ് നടക്കുക. हमने इस तरह फरमाया ഇതിന്റെ വിശദീകരണം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം खुदा की ഇപ്രകാരമാണ് നൽകിയത്: हो जाए और उसका कोई मुकाबला न कर सकता അള്ളാഹുവിന്റെ തെളിവ് ലോകത്ത് സ്ഥാപിക്കപ്പെടുക, जो अल्लाह ताला अपने അതിനെ ആർക്കും നേരിടാൻ സാധിക്കാതിരിക്കുക. इस तरह ഇത് അള്ളാഹു തന്റെ പ്രവാചകന്മാർക്ക് നൽകുന്ന വിജയമാണ്. इसी तरह खुदा ताला പറയുന്നു, कभी ഇതേപോലെ उनकी सच्चाई जाहिर कर देता है। ശക്തമായ അടയാളങ്ങൾ മുഖേന അള്ളാഹു അവരുടെ സത്യം വെളിപ്പെടുത്തി കൊടുക്കുന്നു. ना फैलाना चाहते हैं ഏതൊരു സത്യത്തെയാണോ उसकी तुख्म അവർ उन्हीं के हाथ से ലോകത്ത് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, के जरिए से അതിന്റെ ബീജാഭാവം അവരുടെ തന്നെ കരങ്ങളാൽ അവൻ ഇടുന്നു. दुनिया को പ്രവാചകന്മാർ മുഖേനയുണ്ടായ कि खुदा है വിജയം എന്നത് चल जाता है അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അറിവ്, അള്ളാഹു ഉണ്ട് എന്ന അറിവ് ലോകർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. खास പ്രവാചകന്മാർ നൽകുന്ന തെളിവുകൾ അള്ളാഹുവിന്റെ പ്രത്യേക സഹായത്താലാണ് അവർക്ക് ലഭിച്ചത് എന്ന് ലോകത്തിന് മനസ്സിലാകുന്നു. मुकाबला नहीं कर सकता। പ്രവാചകന്റെ ജ്ഞാനത്തെയും അറിവിനെയും ആർക്കും നേരിടാൻ സാധ്യമല്ല. जिनसे സത്യം വെളിപ്പെടുന്ന അടയാളങ്ങൾ അവർ മുഖേന പ്രകടമാകുന്നു. अंबिया के मुखालफीन പ്രവാചക उनकी मुखालफत എതിരാളികൾ बढ़ जाएं, എതിർപ്പിൽ दलाइल और निशानात को ശക്തി പ്രാപിച്ചാലും ला नहीं सकते। അവർക്ക് പ്രവാചകന്മാർ സമർപ്പിക്കുന്ന मुखालफीन തെളിവുകളെയും ന്യായവാദങ്ങളെയും ഖണ്ഡിക്കാൻ സാധ്യമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികൾ പിടിവാശിയുള്ളവരായിരുന്നു. തങ്ങളുടെ പൂർവികരുടെ कोई नहीं थी। അതേ രീതിയിൽ ജീവിതം കഴിച്ചുകൂട്ടാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അവരുടെ പക്കൽ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല, വെറും പിടിവാശി മാത്രമായിരുന്നു. दलाइल से ഇതേപോലെ हज़रत मसीह मौद अलैहिस्सलाम ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് मुखालफीन के पास അള്ളാഹു നൽകിയിരിക്കുന്ന തെളിവുകളെയും ന്യായവാദങ്ങളെയും में कोई ഖണ്ഡിക്കാൻ दलील थी और അദ്ദേഹത്തിന്റെ കാലത്തും അദ്ദേഹത്തിന്റെ എതിരാളിയുടെ പക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും അവരുടെ പക്കൽ ഒരു തെളിവുമില്ല. ഇതേപോലെ അടയാളങ്ങളെ കുറിച്ച് നോക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ചന്ദ്ര സൂര്യഗ്രഹണങ്ങളുണ്ടായി. ആദ്യമൊക്കെ നാമധാരികളായ ഉലമാവർഗം चांद और सूर्य ग्रहण മഹ്ദി ഇമാമിന്റെ കാലത്ത് പ്രകടമാകേണ്ട സൂര്യചന്ദ്രഗ്രഹണങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുകയായിരുന്നു. ഇത് പ്രത്യക്ഷമായപ്പോൾ അതിനെ എതിർക്കാൻ തുടങ്ങി. ഇതേപോലെ ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള അടയാളങ്ങളുണ്ട്, മറ്റു പല അടയാളങ്ങളുമുണ്ട്. लेकिन അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവർ അംഗീകരിക്കുകയില്ല. जमात में दाखिल होते चले जाते എന്നാൽ സൽപ്രകൃതക്കാർ ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. हैं और बीज नबी ने डालना होता है। പ്രവാചകന്മാർ വിത്തിടുന്നു. जो सच्ची तालीम दुनिया को बतानी हो वो बता देते ലോകത്തോട് പറയേണ്ട യഥാർത്ഥ അധ്യാപനങ്ങൾ അവർ ലോകത്തോട് പറയുന്നു. अपना असर दिखाती रहती है। അത് കാലഘട്ടത്തിനനുസരിച്ച് തന്റെ പ്രഭാവം പ്രകടമാക്കുന്നു. वादे के मुताबिक हुआ ഇതെല്ലാമാണ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് നടന്നത്. അദ്ദേഹം മുഖേന വിതച്ച ഈ വിത്ത് സമയം വന്നപ്പോൾ होता रहा और हो रहा അത് മുളച്ച് പന്തലിച്ച് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. है। एक किस्म ഇത് बेशक आपकी जिंदगी में വിജയത്തിന്റെ ഒരു രീതിയാണ്. आपके हाथ में बैत की, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ लेकिन കുറച്ച് ലക്ഷം പേർ ये गलबा ही था। അദ്ദേഹത്തിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തിരുന്നു. എന്നാൽ आप निशानात അള്ളാഹുവിന്റെ അനന്തമായ അടയാളങ്ങൾ और रूहानी लिहाज അദ്ദേഹത്തിന് അനുകൂലമായി പ്രകടമായി എന്നതും ഒരു വിജയം തന്നെയായിരുന്നു. വൈജ്ഞാനികമായും ആത്മീയമായും അദ്ദേഹത്തെ നേരിടാൻ ആർക്കും സാധിച്ചിരുന്നില്ല. की वफात के बाद शुरू होता है। ഇനി വിജയത്തിന്റെ മറ്റൊരു രീതിയുണ്ട്. असल में तो ये भी അത് പ്രവാചകന്റെ മരണശേഷമാണ് തുടങ്ങുന്നത്. और खुदा ताला ഇതും निशानात പ്രവാചകൻ കൊണ്ടുവന്ന തെളിവുകളും അള്ളാഹുവിന്റെ സഹായങ്ങളും പ്രകടമാകുന്നതിന്റെ തുടർച്ചയാണ്. गोद എന്നാൽ है। ഇത് പ്രവാചകന്റെ കാലത്തിന് ശേഷമാണ് ഉണ്ടാവുക. जिस शख्स ने दावा किया ശത്രുക്കൾ മനസ്സിലാക്കുന്നത് പ്രവാചകൻ കാലഗതി പ്രാപിച്ചല്ലോ, ബാധിച്ച വ്യക്തി, ജമാഅത്ത് സ്ഥാപിച്ച വ്യക്തി ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയല്ലോ, അതുകൊണ്ട് जेर कर लेंगे, अपने में शामिल कर लेंगे। അദ്ദേഹം സ്ഥാപിച്ച ജമാഅത്തിനെ
നമ്മോടൊപ്പം ചേർക്കാം, इस जमात में അവരെ ഇല്ലാതാക്കാം എന്ന് എതിരാളികൾ കരുതുന്നു. मुफसदाना ख्यालात फैलाकर जमात से दूर कर लेंगे, क्योंकि अब इनको തെറ്റായ ചിന്താതികൾ ഇട്ടുകൊടുത്തുകൊണ്ട് അതിലെ അണികളെ അതിൽ നിന്നും അകറ്റാം എന്നവർ കരുതുന്നു. കാരണം ഇപ്പോൾ അവർക്ക് നേതൃത്വം നൽകാൻ ആരുമില്ല. वो अब अपने പ്രവാചകന് ലഭിച്ച ये दुश्मनों की താൽക്കാലിക വിജയം ഇനി ഇല്ലാതാക്കാൻ इस्लाम, സാധിക്കുന്നതാണ്. ഇങ്ങനെയെല്ലാം ശത്രുക്കൾ മനക്കോട്ട കിട്ടുന്നു. लेकिन ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എതിരാളികളും ഇതാണ് മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മുമ്പുള്ള പ്രവാചകന്മാർക്ക് ലഭിച്ചതുപോലെ എനിക്കും വിജയം ലഭിക്കുന്നതാണെന്നും खुदा ताला के വിജയത്തിന്റെ വാഗ്ദാനം जब तक वो पूरे नहीं होते होता चला जाएगा. बस പൂർത്തിയാകുന്നതുവരെ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. आपने फरमाया कि मैं फौत भी हो जाऊं तो परेशान ना होना. मैंने जो बीज डाला है അദ്ദേഹം പറഞ്ഞു, तुखमरेजी എന്റെ മരണം വന്നാലും നിങ്ങൾ അസ്വസ്ഥരാകേണ്ടതില്ല. और फलदार ഞാൻ വിതച്ച വിത്ത് एक सिलसिला बनना है. ഒരു പടവൃക്ഷമായി തീരുന്നതാണ്. दूसरी कुदरत यानी खिलाफत के जरिए से कायम रहेगा, അത് ताकि രണ്ടാം കുദറത്ത് അഥവാ ഖിലാഫത്ത് മുഖേന നിലനിൽക്കുന്നതാണ്. ഇത് മുഖേന വിജയ വാഗ്ദാനം പൂർത്തിയാകുന്നതാണ്. अंबिया की जिंदगी में और അതിനാൽ പ്രവാചകന്റെ കാലത്ത് उनकी जिंदगी के बाद വിജയത്തിന്റെ ഒരു ഭാഗം ഉണ്ടാകുന്നു, इसी तरह മറ്റൊരു ഭാഗം പ്രവാചകന്റെ കാലശേഷമാണ് ഉണ്ടാവുക. मसीह मौत से ഇതേ രീതിയിൽ അഹ്മദിയ ജമാഅത്ത് വാഗ്ദത്ത മസീഹിനോട് ചെയ്ത दूसरे हिस्से को भी पूरा വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിജയത്തിന്റെ രണ്ടാം ഘട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. तरक्की और गलबा तो होना ही है, जैसे पहले मैंने बताया. ജമാഅത്തിന്റെ വിജയവും लिहाज से तादाद പുരോഗതിയും ഉണ്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല. ഇത് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലും നടക്കും. लेकिन ഇതും നടക്കുന്നതായി നാം കാണുന്നു. मसीह मौद अलैहिस्सलाम എന്നാൽ ने हमारी जिम्मेदारी भी बताई है. ഇതിനോടൊപ്പം इस तरह हम ഈ വിജയത്തിന്റെ ഭാഗമായി नस्लाबाद തലമുറയായി നാം മാറുന്നതിന് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ കടമകളും വിവരിച്ചു തന്നിട്ടുണ്ട്. ഈ കടമകൾ मारो വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തന്നതാണ്. അത് തഖ്വയിൽ ചരിക്കുക, और ആത്മപരിശുദ്ധി കൈവരിക്കുക, നിങ്ങളുടെ ആത്മീയവും पैगाम ധാർമ്മികവുമായ അവസ്ഥ പരിശോധിക്കുക, ഈ സന്ദേശത്തെ और इस मिशन को जो हज़रत मसीह मौद अलैहिस्सलाम के सुपुर्द किया गया है എത്തിക്കുക, पूरा करो. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചിരിക്കുന്ന मुता പ്രവർത്തനത്തെ പൂർത്തിയാക്കുക എന്നിവയാണത്. അദ്ദേഹം തന്റെ യജമാനനായ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് ലോകത്ത് ഏകനായ അള്ളാഹുവിന്റെ पाक करने അധികാരം സ്ഥാപിക്കാനാണ് വന്നത്. फरमाते हैं. ലോകരെ खुदा ताला ശിർക്കിൽ നിന്നും വിശുദ്ധീകരിക്കാനാണ് വന്നത്. പറയുന്നു, जो जमीन की मुतफर्रिक ലോകത്തിന്റെ വിവിധ ഭൂപ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യാത്മാക്കളെ അവർ യൂറോപ്പിലോ ഏഷ്യയിലോ ആകട്ടെ ईद की तरफ खींचे അവരിലുള്ള अपने बंदों സൽപ്രകൃതക്കാരെ को वाहिद पर जमा करे. തൗഹീദിലേക്ക് വലിച്ചടിപ്പിക്കാനും का मकसद है. തന്റെ ദാസരെ ഏകമതത്തിൽ ഒരുമിച്ച് കൂട്ടാനും ദൈവം ഇച്ഛിക്കുന്നു. ഇതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. അതിനായാണ് ഞാൻ ലോകത്തേക്ക് അയക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ ലക്ഷ്യത്തെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. എന്നാൽ സൗമ്യതയോടും സൽസ്വഭാവത്തോടും പ്രാർത്ഥനയിൽ ശക്തി ചെലുത്തിക്കൊണ്ടുമാണ് ഇത് നേടുക. वाहिद पर जमा करने के लिए ലോകത്തെ बातों की जरूरत തൗഹീദിൽ നിലയുറപ്പിക്കാനും ഒരു മതത്തിൽ ഒരുമിച്ച് കൂട്ടാനും ഏതെല്ലാം കാര്യങ്ങളുടെ ആവശ്യമാണോ ഉള്ളത് അതാണ് ഇവിടെ വിവരിച്ചത്. अल्लाह ताला का पैगाम पहुंचाना, അതിലൊന്ന് തബ്ലീഗാണ്, अपने अखलाक അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം तीसरे തങ്ങളുടെ സ്വഭാവത്തെ ഏറ്റവും ഉന്നതമാക്കി മാറ്റുക. മൂന്നാമത്തെ കാര്യം ദുആ മുഖേന അള്ളാഹുവിനോട് സഹായം തേടുക. അതിനാൽ ഇന്ന് ഓരോ അഹമ്മദിക്കും अलैहिस्सलाम की വാഗ്ദത്ത മസീഹുമായി തന്നെ ബന്ധപ്പെടുത്തുന്ന ഓരോരുത്തർക്കും मकसद को
ഈ ഉത്തരവാദിത്തം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നാം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അയക്കപ്പെട്ട ആ ഉദ്ദേശത്തെ നേടുന്നതിൽ സഹായികളായി മാറുന്നതാണ്. निशानात इब्राहीम खुदा ताला ने अता फरमाए और आज तक അടയാളങ്ങളും തെളിവുകളും के जरिए ही हम അള്ളാഹു നൽകി എന്നതിൽ സംശയമില്ല. ഈ അടയാളങ്ങൾ മുഖേന ഇന്നുവരെ നാം അഹമ്മദിയത്തിന്റെ വിജയം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അള്ളാഹു ജമാഅത്തിന് നൽകുന്ന അനുഗ്രഹങ്ങളെയും വിജയങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ നോക്കുമ്പോൾ लेकिन ताला ने അതിന്റെ 1000-ലോ 1,00,000-ലോ ഒരംശം പോലും നമ്മുടെ പ്രവർത്തനമില്ലെന്ന് കാണാൻ സാധിക്കുന്നതാണ്. इस तरफ हमें तवज्जो दिलाई। എന്നാൽ അള്ളാഹു നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മിൽ ഓരോരുത്തരും उन फजलों का वारिस नहीं बन ഇതിലേക്ക് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ जो आप अलैहिस्सलाम ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ से वाबस्ता है। കർമ്മകുശലരായ പ്രവർത്തകർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിനും പാരിതോഷികത്തിനും നാം അർഹരായിത്തീരുന്നതല്ല. इससे नहीं लग रहा അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. है। हमारी कोशिश നമ്മുടെ പ്രയത്നം കൊണ്ടല്ല ഫലമുണ്ടാകുന്നത് എന്നത് ശരി തന്നെ. പാരിതോഷികങ്ങൾ നമ്മുടെ പരിശ്രമം കൊണ്ടല്ല ലഭിക്കുന്നത്. ഇതെല്ലാം അള്ളാഹുവിന്റെ ഫളിൽ മാത്രമാണ്. जो अपने प्यारों की തന്റെ लाज रखता है, പ്രിയരെ जो എപ്പോഴും പരിഗണിക്കുന്ന അള്ളാഹുവിന്റെ ഫളിലാണിതെല്ലാം. चाहता है അവൻ തന്റെ പ്രത്യേക കൽപ്പന പ്രകാരം हैरत अंगेज ആരെയെങ്കിലും ലോകത്ത് അയക്കുമ്പോൾ दुश्मन को जलील അവരോട് ചെയ്ത വാഗ്ദാനങ്ങൾ അത്യത്ഭുതകരമായ രീതിയിൽ പൂർത്തിയാക്കി ശത്രുക്കളെ നിന്ദ്യരും അപമാനിതരുമാക്കി അവൻ മാറ്റുന്നു. अल्लाह ताला के फरिश्तादे की जमात മാത്രമല്ല तय करती അള്ളാഹുവിന്റെ വരിഷ്ഠദാസന്റെ ജമാഅത്ത് വിജയത്തിന്റെ പുതിയ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മോട് പരിശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. है वालों की खुसूसियात का जो അള്ളാഹു करीम में मुतअद्दिद जगह जिक्र फरमाया है, ഈ പരിശ്രമിക്കുന്നവരുടെ उनका एक जगह ഗുണങ്ങൾ വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. कि मन आसान ഒരു സ്ഥലത്ത് ഇപ്രകാരമാണ് അള്ളാഹു പറയുന്നത്: व अमल सालिहन വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. उससे बेहतर कौन हो सकता है जो अल्लाह की तरफ बुलाए അള്ളാഹുവിലേക്ക് और नेक ജനങ്ങളെ ക്ഷണിക്കുകയും कहे സൽക്കർമ്മമനുഷ്ഠിക്കുകയും कामिल फरम ഞാൻ അനുസരണമുള്ളവരിൽ പെട്ടവൻ തന്നെയാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരുവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട്? अपने अमाल ഈ കാര്യങ്ങളാണവ. ഒന്ന് ദഅവത്തെ ഇലല്ലാഹ് അഥവാ തബ്ലീഗ്, നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിചിന്തനം ചെയ്യുക, आएगी സൽപ്രവർത്തികൾ ചെയ്യുക, में अल्लाह ताला के സൃഷ്ടാവിനോടുള്ള കടപ്പാടിലും कामिल फरमाबरदारी करना, സൃഷ്ടികളോടുള്ള കടപ്പാടിലും अपनी इस्तेदादों അള്ളാഹുവിന്റെ കൽപ്പനകളെ ശരിക്കും ശ്രദ്ധിക്കുക, के मुताबिक നമ്മുടെ കഴിവുകളും की अदायगी പ്രാപ്തിയും അനുസരിച്ച് ഈ करना। കടമകൾ നിറവേറ്റുക. तबलीग उस वक्त कामयाब नहीं हो सकती जब तक കാരണം തബ്ലീഗ് വിജയിക്കുന്നത് उनको നമ്മുടെ अल्लाह ताला പ്രവർത്തനങ്ങൾ की तालीम के मुताबिक അള്ളാഹുവിന്റെ और फिर इनकी ആജ്ഞകൾക്കനുസരിച്ച് खुदा ताला ആക്കുമ്പോഴാണ്. की रजा को അതേപോലെ കടമകൾ നിറവേറ്റുന്നതിൽ ना जब तक रखा എപ്പോഴും जब एक अहमदी അള്ളാഹുവിന്റെ പ്രീതിക്ക് മുൻഗണന നൽകുകയും ചെയ്യുമ്പോഴാണ്. ये हद करता ഒരു അഹമ്മദി है कि दीन को दुनिया पर मुकद्दम रखो, യോഗങ്ങളിലും സമ്മേളനങ്ങളിലും फिर ദീനിനെ ദുന്യാവിനേക്കാൾ മുന്തിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യുമ്പോൾ तभी हमारे नमूने അതിനെ പരിഗണിക്കേണ്ടതും അത്യാവശ്യമാണ്. मुतवज्जह होगी। അപ്പോഴാണ് നമ്മുടെ മാതൃക കണ്ടുകൊണ്ട് फा दुनिया को ലോക നമ്മിലേക്ക് ശ്രദ്ധിക്കുകയുള്ളൂ. या ഖലീഫമാർ मैं जब दुनिया को ये कहता ലോകത്തിന് മുമ്പിൽ വെല്ലുവിളി വെക്കുമ്പോൾ बुलाने के पैगाम को അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഈ സന്ദേശം दुनिया तक पहुंचाते चले जाएंगे, അക്ഷീണരായിക്കൊണ്ട് एक दिन ഞങ്ങൾ ലോകത്തെ എത്തിക്കുന്നതാണെന്നും दुनिया का दिल जीत कर ഒരു നാൾ ലോകരുടെ ഹൃദയം को इस्लाम की आगोश में വിജയിച്ചടക്കിക്കൊണ്ട് तो इस हुस्न ज़न അവരെ ഇസ്ലാമിന്റെ മടിത്തട്ടിൽ കൊണ്ടുവരുന്നതാണെന്നും ഞാൻ ലോകത്തോട് പറയുമ്പോഴും की खूबसूरती ജമാഅത്തംഗങ്ങൾ और खुदा ताला की कामिल फरमान തങ്ങളുടെ പ്രവർത്തന മാതൃകയിലൂടെയും अफराद जमात की അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും मयार न सिर्फ कायम ആത്മീയ സ്ഥാനം നിലനിർത്തുകയും रहेंगे, इससे बेहतर होते चले जाएंगे। അതിനെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്ന പ്രത്യാശയോടുകൂടിയാണ്. इस्लाम के पैगाम को आप അതേപോലെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശത്തെയും
आगे അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെയും ഒരാവേശത്തോടുകൂടി बेशक മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എന്ന പ്രതീക്ഷയോടും കൂടിയാണ്. कि तुम में से एक गिरोह ऐसा हो जो दीन का इल्म ദീനിനെ കുറിച്ച് അറിവ് കരസ്ഥമാക്കുന്നവരും അതിന്റെ വിജ്ഞാനം और अल्लाह ताला के पैगाम को ആർജിക്കുന്നവരും अपने हम कौमों को और दुनिया को, അള്ളാഹുവിന്റെ സന്ദേശം लेकिन തന്റെ സമുദായത്തിലും हुक्म भी है ലോകർക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നവരും. अगर हमारे അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗം की നിങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. कि वो എന്നാൽ വിശ്വാസികളോട് പറഞ്ഞത് तो फिर तो നിങ്ങൾ ദൈവത്തിലേക്ക് ക്ഷണിക്കണമെന്നാണ്. നമ്മുടെ പക്കൽ മുബല്ലിഗുമാർ ഇപ്പോൾ കുറവാണെങ്കിൽ അവർ തയ്യാറായതിനു ശേഷം തബ്ലീഗ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ നമുക്കാവില്ല. ऐसे തബ്ലീഗ് പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി जो खुदा ताला ഇതിനെ നിരന്തരം മുന്നോട്ട് നയിക്കുന്ന आगे बढ़ाते चले जाएं। ഓരോ വിഭാഗത്തെയും വിവിധ സ്ഥലങ്ങളിൽ നിന്നും നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. अफराद जमात का एक तबका ऐसा है അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ जो तबलीग എല്ലാ നാട്ടിലും തബ്ലീഗിന് ആവേശമുള്ള वक्त भी दे। അതിന് സമയം നൽകുന്ന अमेरिका में भी ऐसे लोग हैं ഒരു വിഭാഗം ആളുകളുണ്ട്. कि कहा जाता है സാമ്പത്തിക മാന്ദ്യം കാരണം हालात की जब्त की वजह से അമേരിക്കയിൽ ज्यादा काम करना पड़ता ജോലി കൂടുതലായി ചെയ്യണം എന്നാണ് പറയപ്പെടുന്നതെങ്കിൽ പോലും है, दुनिया कमाने की तरफ रुझान से। അമേരിക്കയിലും लेकिन मैंने देखा है ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഇവിടെ ഭൗതികതയിലേക്കാണ് കൂടുതൽ ചായ്വുള്ളത്. എന്നിട്ട് പോലും दीन को दुनिया पर मुकदम करने के अहद पर ऐसे ദീനിനെ आसमान में अमल करते ദുനിയാവിനേക്കാൾ മുന്തിക്കും എന്ന പ്രതിജ്ഞയിൽ हैं, दुआएं भी निकलती हैं। അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളും എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചു. स्टॉल അവരെ കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. അവർക്കായി പ്രത്യേകം ദുആയും വരുന്നു. ചെറിയ കച്ചവടം നടത്തുന്നവരും സ്റ്റാൾ നടത്തുന്നവരും जारी रखने को रखी हुई है। ഇവിടെയുണ്ട്. स्टॉलों को അവർ തന്റെ तबलीग का जरिया बनाया। സ്റ്റാളിനോടൊപ്പം തബ്ലീഗും ചെയ്യുന്നു. ഈ സ്റ്റാളുകളെ തബ്ലീഗിനുള്ള ഒരു മാർഗമാക്കി അവർ മാറ്റിയിരിക്കുകയാണ്. अब कहते हैं कि लिटरेचर സാഹിത്യങ്ങൾ ലഭിക്കുന്നില്ല എന്നതായിരുന്നു അവരുടെ മുമ്പത്തെ പരാതി. ഈ പ്രദേശത്തേക്കുള്ള ഭാഷയിൽ, मैदान में वो सताने से സ്പാനിഷ് ഭാഷയിൽ के जरिए से ഇപ്പോൾ ഞങ്ങൾക്ക് സാഹിത്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നു. സാഹിത്യങ്ങൾ ലഭിച്ച് പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഇപ്പോൾ അവരുടെ ആഗ്രഹവും ആവശ്യവും और लगन സ്പാനിഷ് ഭാഷ അറിയുന്ന के हमें മതവിജ്ഞാനമുള്ള जल्द स्पेनिश बोलने वाले മുബല്ലിഗുമാർ ഞങ്ങൾക്ക് വേണമെന്നാണ് दीनी इल्म रखने वाले അവരുടെ मुबल्लिगीन ഹൃദയങ്ങൾ പറയുന്നത്. जमात अपने वसाइल के मुताबिक इंशाअल्लाह ताला ജമാഅത്തിന്റെ കഴിവനുസരിച്ച് मुबल्लिग दे। മുബല്ലിനെ जमातों को നൽകാൻ ശ്രമിക്കുന്നുണ്ട്. इतनी डिमांड है, എന്നാൽ जमातों को भी ജമാഅത്ത് അംഗങ്ങൾക്ക് जवानों में ये रूह पैदा करने की कोशिश മുബല്ലിഗിനെ വേണമെങ്കിൽ कि അവർ തങ്ങളുടെ മക്കളിലും യുവാക്കളിലും दीनी इल्म सीखने के लिए जामिया अहमदिया में जाने के लिए पेश करें। മതപരമായ അറിവ് കരസ്ഥമാക്കാനായി माहौल തങ്ങളെ സമർപ്പിക്കാനും लिहाज से അതിനായി ജാമ്യയിൽ പോകാനും തങ്ങളെ സമർപ്പിക്കുന്നതിനുള്ള ആത്മാവ് ഇട്ടുകൊടുക്കേണ്ടതാണ്. ये जज्बा അങ്ങനെ ഇവിടുത്തെ ചുറ്റുപാടും പ്രാദേശിക ഭാഷയും അറിഞ്ഞുകൊണ്ട് ഇവിടെയുള്ളവർക്ക് സന്ദേശം എത്തിക്കാൻ സാധിക്കുന്നതാണ്. पुराने अहमदियों और बड़े തബ്ലീഗിനുള്ള ആവേശം बल्कि बाद नौजवानों में मैंने देखा है। പഴയകാല അഹമ്മദികളിൽ മാത്രമല്ല ഉള്ളത്, ചില യുവാക്കളിലും ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. मैं जो गालबन इबड़े इलाके में रहते हैं, बे पॉइंट में शायद मुझे मिलने आए तो बड़े जोशीले थे। ബേ പോയിന്റ് എന്ന സ്ഥലത്ത് താമസിക്കുന്ന നവ അഹമ്മദി എന്നെ കാണാൻ വന്നു. स्पेनिश रीजन के हैं। സ്പാനിഷ് റീജിയനിലാണ് അദ്ദേഹം. ഇവിടെയുള്ളവർക്ക് എങ്ങനെ कि इस्लाम ജമാഅത്തിന്റെ അഥവാ യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കും എന്ന ആവേശമാണ് അദ്ദേഹത്തിൽ കണ്ടത്. बाइबल तो 40% याद है और अब मैं कुरान करीम की दलाइल भी याद कर रहा हूँ। അദ്ദേഹം പറയുന്നു, എനിക്ക് ബൈബിൾ 40% ഓർമ്മയുണ്ട്. ഇപ്പോൾ ഞാൻ വിശുദ്ധ ഖുർആന്റെ തെളിവുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. जो पुराने अहमदी हैं लेकिन इसे तो जो नहीं देते। कुरान करीम के दलाइल തബ്ലീഗ് കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാത്ത പഴയകാല അഹമ്മദികൾക്കും ഇതിലൊരു സന്ദേശമുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ വിശുദ്ധ ഖുർആന്റെ തെളിവുകൾ പഠിച്ച് തബ്ലീഗ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, लेकिन मजहब से नहीं, खुदा ताला से ക്രിസ്തു മതത്തിൽ നിന്ന് ജനങ്ങൾ അകലുകയാണ്, उनको खुदा എന്നാൽ മതത്തിൽ നിന്നോ ദൈവത്തിൽ നിന്നോ അകലുന്നില്ല. इसलिए इस खला को पूरा അവർ करने के लिए ദൈവത്തെ അന്വേഷിക്കുകയാണ്.
ഈ ശൂന്യതയെ അകറ്റാനായി उनको सच्चे मजहब से रोशनास നമുക്ക് മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. उन्हें खुदा ताला के करीब करने യഥാർത്ഥ മതത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനും ज़्यादा तबलीग की जरूरत है। അവരെ ദൈവവുമായി അടുപ്പിക്കുന്നതിനും हाल मैंने उनके जोश को നമുക്ക് കൂടുതൽ തബ്ലീഗ് ചെയ്യേണ്ട ആവശ്യമാണുള്ളത്. मुझे भी इस तरफ तवज्जो पैदा हुई। ഏതായിരുന്നാലും അവരുടെ ആവേശം കണ്ട് मिशन എനിക്കും ഇതിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു. यहाँ के लिए स्कीम बनाए अमीर साहब को ഞാൻ മിഷനറി ഇൻചാർജുമായി ഇക്കാര്യത്തിൽ വിശദമായി സംസാരിച്ചു. जमाती निजाम के साथ मिलकर ഇവിടേക്ക് വേണ്ടി പ്രത്യേക സ്കീം ഉണ്ടാക്കാൻ वक्फ आर्जी के അദ്ദേഹത്തോടും അമീർ സാഹിബിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. साजगार हैं കീഘടകങ്ങളും ജമാഅത്തിന്റെ സംവിധാനവുമായി യോജിച്ച് ഇതിനായി പരിശ്രമിക്കുകയാണെങ്കിൽ, വഖഫ് ആർജി പദ്ധതി ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ, നമുക്ക് അനുകൂലമായ സ്ഥലങ്ങളിൽ കൂടുതലായി പ്രവർത്തിക്കുകയാണെങ്കിൽ, ചുരുങ്ങിയ പക്ഷം ഒരു പ്രാവശ്യമെങ്കിലും ഈ പ്രദേശത്തെ സ്പാനിഷ് ആളുകൾക്ക് അഹമ്മദിയത്ത് യഥാർത്ഥ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. ഈ പ്രവൃത്തി വളരെ അത്യാവശ്യമാണ്. ആവശ്യങ്ങൾ, ഡിമാൻഡുകൾ വർദ്ധിച്ചു വരികയാണ്. നമുക്കെങ്ങനെ പരിചയപ്പെടുത്താൻ അവസരം ലഭിക്കും എന്നതിലല്ല ഇപ്പോൾ ചിന്തയുള്ളത്. അത്ഭുതകരമായ രീതിയിൽ അള്ളാഹു മാർഗങ്ങൾ തുറന്നു തരികയാണ്. അമേരിക്കയിൽ മാത്രമല്ല, आए हुए हैं। സൗത്ത് അമേരിക്കയിലെയും ഗോയിട്ടമാലയിലും അഹമ്മദികൾ ഇവിടെ വന്നിട്ടുണ്ട്. कहने लगे कि हमें ഗോയിട്ടമാലയിലെ വളരെ ആവേശമുള്ള ഒരു ദായി അല്ലാഹ് ഇവിടെ വന്നിട്ടുണ്ട്. जो मुकामी स्पेनिश जुबान അദ്ദേഹം പറയുന്നത്, ഞങ്ങൾക്ക് മുബല്ലിഗുമാരെ തരിക, क्योंकि इनकी स्पेनिश പ്രാദേശിക സ്പാനിഷ് ഭാഷയിലുള്ള സാഹിത്യങ്ങൾ തരിക. में बाज जगह बाज अल्फाज में काफी फर्क है। കാരണം സ്പെയിനിൽ സംസാരിക്കുന്ന സ്പാനിഷും ഇവിടെ സംസാരിക്കുന്ന സ്പാനിഷും തമ്മിൽ ചില വാക്കുകളിൽ വലിയ അന്തരമുണ്ട്. स्पेन में तैयार होता है। जब मैंने उन्हें कहा നമ്മുടെ സാഹിത്യങ്ങൾ പൊതുവിൽ कि स्पेन पर तवज्जो है, സ്പെയിനിലാണ് തയ്യാറാക്കപ്പെടുന്നത്, हाँ, का लिटरेचर फिलहाल സ്പെയിനിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. कि आपको वहाँ की അതുകൊണ്ട് അവിടുത്തെ സാഹിത്യങ്ങൾ ഉപയോഗിക്കുക എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ 400 मिलियन അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ അവരെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഇവിടെ അവിടെ 40 ദശലക്ഷം ആളുകളാണ് താമസിക്കുന്നത്. ഇവിടെ 400 ദശലക്ഷം സ്പാനിഷ് സംസാരിക്കുന്നവരുണ്ട്. അവരെക്കുറിച്ച് ചിന്തയില്ലേ? യഥാർത്ഥത്തിൽ ഇവരാണ് അള്ളാഹു ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന യഥാർത്ഥ സഹായികളും ദൈവത്തിലേക്ക് ക്ഷണിക്കുന്നവരും. അള്ളാഹുവിന്റെ തഖ്ദീർ अमेरिका में भी ഭൂപ്രദേശങ്ങളെയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് अल्लाह ताला ने हवा चला എന്നാണ് മനസ്സിലാകുന്നത്. അമേരിക്കയിലും അടുത്ത പ്രദേശങ്ങളിലുമെല്ലാം അള്ളാഹു കാറ്റ് ചലിപ്പിച്ചിരിക്കുന്നു. अक्सरियत കാലിഫോർണിയയിൽ कहा जाता है। ഇപ്പോൾ സ്പാനവി ആളുകളാണ് ഭൂരിപക്ഷമുള്ളതെന്നാണ് പറയപ്പെടുന്നത്. में बाजार ये लगता है कि मजहब की तरफ रुझान भी है, लेकिन और अब പൊതുവിൽ കാണുന്നത് അവർക്ക് മതത്തോട് താല്പര്യമുണ്ട് എന്നാണ്. इस इलाके के लिए അവർ സത്യമതത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തേക്കായി अपनी जिम्मेदारी പ്രത്യേക പ്രോഗ്രാം ഉണ്ടാക്കേണ്ടതാണ്. देनी चाहिए। ഇവിടെ താമസിക്കുന്നവർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. करें उसी से इस्तेफादा करें ഇപ്പോൾ ലഭ്യമായ സാഹിത്യങ്ങൾ ഉപയോഗിക്കുക. और जल्द ഇവിടുത്തെ यहाँ की जुबान के मुताबिक भी लिटरेचर को ढाल ഭാഷയനുസരിച്ച് उടനെ मुझे अपनी സാഹിത്യങ്ങൾ തയ്യാറാക്കാൻ सोच कि यहाँ अहमदियत ശ്രമിക്കുക. वसी है तकवीर നമ്മുടെ മുബല്ലിഗ് मजीद मिली जब हमारे मुबल्लिग അസർ ഹനീഫ് സാഹിബിന്റെ हनीफ साहब ഒരു കത്ത് എന്റെ മുമ്പിൽ का एक खत ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് വന്നപ്പോൾ ഇവിടെ അഹമ്മദിയത്തിനായി जिसमें उन्होंने മൈതാനം വളരെ വിശാലമാണെന്ന ചിന്ത എനിക്ക് ശക്തിപ്പെടുകയുണ്ടായി. അദ്ദേഹം അതിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് നാലാമന്റെ ഒരു സ്വപ്നം എഴുതിയിരുന്നു. उस खत में ഹുസൂർ തന്റെ ഒരു ഖുത്ബയിൽ ഇത് വിവരിച്ചിരുന്നു. रोया ये थी उन्होंने ആ കത്ത് എന്റെ മുമ്പിലില്ല. समुद्र है ആ സ്വപ്നം ഇതാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. और वहाँ അദ്ദേഹം കാണുന്നു ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല मुझे ये लगा തിരയടിച്ചുയരുന്ന ഒരു ജനസാഗരം. लॉस एंजल्स का അത് അഹമ്മദികളുടേതാണ്. ഖലീഫത്തുൽ മസീഹ് റാബി പറയുന്നു, എനിക്ക് തോന്നുന്നത് ആ പ്രദേശം ലോസ് ഏഞ്ചലസ് ആണ്. हम में से हर एक इस कोशिश में लग जाए അതുകൊണ്ട് നാം പരിശ്രമിക്കുകയാണെങ്കിൽ, इनकलाब നാം ഓരോരുത്തരും ഈ പരിശ്രമത്തിൽ മുഴുകുകയാണെങ്കിൽ का जल्द उसका ഈ വിപ്ലവം വരുന്നതാണ്. जब लोग भी ജനങ്ങളും പരിശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ വിപ്ലവം വേഗം വരുന്നത്. इलाही तकदीर है कि खुदा ताला ने അള്ളാഹു मौद अलैहिस्सलाम के साथ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്ത വിജയത്തിന്റെ
വാഗ്ദാനത്തെ അവൻ പൂർത്തിയാക്കും എന്നത് ദൈവവിധിയാണ്. हिस्सा बनना चाहते നാം ഈ വാഗ്ദാനം പൂർത്തിയാക്കുന്നതിന് तो फिर ഭാഗമായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഓരോ അഹമ്മദിക്കും सोचों का धारा उसके मुताबिक തങ്ങളുടെ ചിന്താധാര अल्लाह ताला की तकदीर ദൈവ വിധിക്കനുസരിച്ച് മാറ്റേണ്ടിയിരിക്കുന്നു. अपनी कम हिम्मती ഇവർ ഭൗതികതയിൽ कि ये दुनिया ലയിച്ചവരാണെന്നും इनको दीन से कोई गरज नहीं, यहाँ तो दुनिया ഇവർക്ക് ദീനിനോട് ഒരു താല്പര്യവുമില്ലെന്നും ചിലർ ചിന്തിക്കുന്നു. तो दुनिया की हाउ बहुत है, ठीक है। ഇത് അവരുടെ ബലഹീനത എന്നേ പറയേണ്ടതുള്ളൂ. ഇവിടെ ലോകത്തെ ഏറ്റവും വലിയ ഫിലിം ഇൻഡസ്ട്രി ഉണ്ട്. ഭൗതികത വളരെ കൂടുതലാണ്. और जितना मैं सोचता हूँ मेरे दिल में ഇതെല്ലാം ശരി തന്നെയാണ്. എന്നാൽ ഒരു വലിയ വിഭാഗം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. कि हम ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതനുസരിച്ച് എന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്നത് അടുത്ത ഭാവിയിൽ അമേരിക്കയിൽ അഹമ്മദിയത്തിന്റെ വിജയമുണ്ടാകുന്നത് कमजोरियों को ഈ പ്രദേശത്ത് നിന്നായിരിക്കുമെന്നാണ്. उनके कंधे पर रखकर അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളെ ഇവരുടെ തോളിൽ കയറ്റി രക്ഷപ്പെടാൻ നോക്കരുത്. जमाती निजाम को भी एक खास प्रोग्राम के लिए ये कोशिश करनी चाहिए। ജമാഅത്ത് സംവിധാനത്തിനും आया हुआ है तो फिर उसको पर ഇവിടെ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ को भी അത് പ്രാവർത്തികമാക്കുക. അതോടൊപ്പം കീഴ്ഘടകങ്ങളും रहने वाले പ്രവർത്തിക്കുക. और सिर्फ इसी स्टेट के ഇവിടെ താമസിക്കുന്ന ഓരോ അഹമ്മദിയും पूरे मुल्क में रहने वाले अहमदी ഈ സ്റ്റേറ്റിൽ മാത്രമുള്ളവരല്ല, മറിച്ച് ഈ നാട്ടിൽ താമസിക്കുന്ന എല്ലാ അഹമ്മദികളുടെ ഉത്തരവാദിത്തം. ये जिम्मेदारी കാരണം है ബയ്യത്ത് അവരിൽ ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. कि अल्लाह ताला की तरफ बुलाने वालों की അത് जिम्मेदारी जो खुदा ताला ने बताई है, അള്ളാഹുവിലേക്ക് വിളിക്കുന്നവരുടെ यानी हमारे सालिया बजाला ഉത്തരവാദിത്തമായി പറഞ്ഞ और कामिल फरमाबरदारी का इजहार സൽപ്രവൃത്തി ചെയ്യുകയും तो जो दें। പൂർണ്ണ അനുസരണം പുലർത്തുകയും ചെയ്യുക എന്നതിലേക്ക് ശ്രദ്ധിക്കുക എന്നതാണ്. और ये किस तरह होगा? ഇത് കരസ്ഥമാക്കാനായി ശ്രമിക്കുക. इस्लाम की तरफ देखना होगा ഇതിനായി कि നമുക്ക് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം वो हमें किस तरह देखना നമ്മിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ എങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്? चाहिए हैं। हमारे लिए इतना ही ഞങ്ങൾ ഭൗതിക ജോലിയിൽ അകപ്പെട്ടവരാണ്, ബലഹീനരാണ്, अल्लाह ताला के हुजूर ബയ്യത്തിൽ ചെയ്തത് തന്നെ ഞങ്ങൾക്ക് മതിയായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് अहमदी ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്കാകില്ല. मसीह इस्लाम की बैत में आकर അഹമ്മദി മുസ്ലിങ്ങൾ बेहतर हालत മറ്റു മുസ്ലിങ്ങളെ അപേക്ഷിച്ച് और ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നല്ല അവസ്ഥയിലാണ്. लेकिन हकीकी പ്രവാചകനെ നിഷേധിച്ചുകൊണ്ടുള്ള ശിക്ഷയിൽ നിന്നും നാം രക്ഷപ്പെട്ടവരാണ്. हकीकी मंजिलें എന്നാൽ तय करता है। പുരോഗതിയുടെ പടവുകൾ കയറുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ये कोशां रहता है അവർ അസ്ലംന എന്നതിൽ നിന്നും പുറത്തു കടന്ന് निकलकर വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിനായി പരിശ്രമിക്കുന്നവരാണ്. ബാഹ്യമായ അനുസരണത്തിൽ നിന്നും പുറത്തു കടന്ന് സമ്പൂർണ്ണ അനുസരണത്തിൽ എത്താൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നു. अहमदियत उनके बाप दादा के जमाने से പൂർവികർ മുഖേന അഹമ്മദിയത്ത് പ്രവേശിച്ച പല കുടുംബങ്ങളും ഇവിടെയുണ്ട്. उन्होंने असलमना से बहुत आगे निकलकर ആ പൂർവികർ തങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന അവസ്ഥയിൽ നിന്നും बस യഥാർത്ഥ വിശ്വാസികൾ എന്ന ഉന്നത പദവിയിലേക്ക് എത്തിയവരാണ്. उनका एहतराम അത്ഭുതകരമായ ത്യാഗങ്ങളാണ് അവർ ചെയ്തത്. करना അവരുടെ ത്യാഗങ്ങളെയും ആഗ്രഹങ്ങളെയും ആദരിക്കേണ്ടതും उनकी औलादों पर അവരുടെ മക്കളുടെ കടമയാണ്. जब उनकी ख्वाहिशात का एहतराम होगा तो फिर उनकी दुआओं को भी आवाज അവരുടെ ആഗ്രഹങ്ങളെ ആദരിക്കുമ്പോഴാണ് पुराने रहने वाले അവരുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ അർഹരായിത്തീരുന്നത്. അതിനാൽ ഇവിടെ താമസിക്കുന്നവർ लोगों का हक भी अदा അവരുടെ പൂർവികരോടുള്ള കടമ നിറവേറ്റുന്നുണ്ടോ എന്ന നിലയ്ക്കും यहाँ अफराद ആത്മപരിശോധന നടത്തുക. जो गुज़श्ता चंद सालों से കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി सिर्फ इसलिए कि उनके കുടിയേറിപ്പാർക്കുന്ന ഒരു വിഭാഗവും लिए हालात ഇവിടെ ജമാഅത്തങ്ങളിൽ ഉണ്ട്. यहाँ അവർ വന്നിട്ടുള്ളത് ममालिक में അവരുടെ നാട്ടിൽ അവരുടെ ജീവിതം ദുസ്സഹമാക്കപ്പെട്ടതുകൊണ്ടാണ്. അവർക്ക് ഈ പാശ്ചാത്യ നാടുകളിലെ अमेरिका भी ഭരണകൂടങ്ങൾ सिर्फ പൗരത്വം നൽകുന്നത് शहरी हकूक दे रही हैं और अपने जज्ब कर रही हैं
അഹമ്മദികളായി अहमदी എന്ന ഒറ്റ കാരണത്താൽ उन्हें उनके അവരുടെ നാട്ടിൽ പൗരാവകാശം നിഷേധിച്ചു എന്നതുകൊണ്ട് മാത്രമാണ്. ഈ പാശ്ചാത്യ നാടുകളിൽ और ना അമേരിക്കയും ഉൾപ്പെടുന്നു. दिया गया है बल्कि जुल्मों की चक्की സ്വന്തം നാട്ടിൽ പൗരാവകാശം നിഷേധിക്കപ്പെടുക എന്ന് മാത്രമല്ല, മറിച്ച് അവർ അക്രമത്തിന്റെ ചക്കിലിട്ട് ആട്ടപ്പെടുകയും ചെയ്യുന്നു. का फर्द होने അതിനാൽ നിങ്ങളുടെ ഇവിടെയുള്ള കുടിയേറ്റം इस बात का അഹമ്മദിയ ജമാഅത്തിന്റെ ഒരു അംഗമെന്ന നിലക്കാണ് कि एक ഇത് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. दिखाएं കർമ്മരംഗത്തും നിങ്ങൾ ഒരു യഥാർത്ഥ അഹമ്മദിയായി മാറണം എന്നുള്ളതാണ്. मैं फिर इस बात की तरफ तवज्जो दिलाऊंगा कि यहाँ जो ഇവിടെ വീണ്ടും ഞാൻ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. आए हुए हैं ഇവിടെയുള്ള അസൈലം ലഭിച്ചവരും അതേപോലെ റെഫ്യൂജിയായി വന്നവരും आज तो वो करें ജോലി ഇല്ലാത്തത് കാരണം അസ്വസ്ഥരാകാറുണ്ട്. തൊഴിൽ അന്വേഷിക്കേണ്ടതാണ്. बाहर निकल जाएं ഒഴിവുള്ള സമയങ്ങളിൽ जबरदस्त अंजाम സാഹിത്യങ്ങളെടുത്ത് പുറത്തു പോകുക, बैठने से അങ്ങനെ തബ്ലീഗ് പ്രവൃത്തി ചെയ്യുക. उससे भी बच जाएंगे വീട്ടിലിരിക്കുന്നത് കൊണ്ട് उससे കൂടുതൽ സമ്മർദ്ദത്തിലാവുകയാണ് ചെയ്യുക. അതിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അവസ്ഥ നന്നാക്കാനും സാധ്യതയുണ്ട്. बहरहाल ഇൻഷാ അല്ലാഹ് അള്ളാഹു അവസ്ഥ ശരിയാക്കുന്നതാണ്. ये बताना चाहता हूँ कि हज़रत मसीह मौद अलैहिस्सलाम ഇനി ഞാൻ किस किस्म की जमात देखना चाहते हैं ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം रखते हैं ഏത് തരത്തിലുള്ള ജമാഅത്തിനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചുരുങ്ങിയ രീതിയിൽ പറയാം. इसलिए कायम നമ്മിൽ നിന്നും ഏതെല്ലാം പ്രതീക്ഷകളാണ് അദ്ദേഹത്തിനുള്ളത്. ना ताला ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഈ പ്രസ്ഥാനം സ്ഥാപിതമായത് അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിക്കുവാനാണ്. के പറയുന്നു, तदब्बुर വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത് വിശ്വാസം വർദ്ധിക്കുന്നത് ചിന്തയിലൂടെയും ആലോചനയിലൂടെയുമാണ്. അതുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് അവന്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ശ്രദ്ധാപൂർവം വായിക്കേണ്ടിയിരിക്കുന്നു, അതിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. हमारे लिए छोड़ गए हैं വിജ്ഞാനത്തിന്റെ വലിയൊരു സാഗരം उसको ना पढ़ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കായി വിട്ടേച്ചു പോയിട്ടുണ്ട്. അത് വായിക്കാതെ നാം അതിൽ നിന്നും അകറ്റപ്പെടുകയാണ്. बनती है ഈ അകൽച്ച इस तरफ വിശ്വാസത്തിൽ കുറവ് വരുത്തുന്നതാണ്. ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. कि ईमान निशाना മറ്റൊന്ന്, ആ മഹാത്മാവ് പറഞ്ഞത് अल्लाह ताला ने വിശ്വാസം मसीह मौद अलैहिस्सलाम അടയാളങ്ങൾ മുഖേന വർദ്ധിക്കുന്നു എന്നാണ്. के तौर पर അള്ളാഹു താല ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അടയാളം എന്ന നിലക്ക് ഇപ്രകാരം ഇൽഹാമിറക്കുകയുണ്ടായി: നിന്റെ അടുത്ത് ദൂര ദേശങ്ങളിൽ നിന്നും കൂടുതൽ കൂടുതൽ ആളുകൾ വരുന്നതാണ്. इसको महफूज ഈ കാഴ്ച അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നാം കണ്ടു. ചരിത്രം ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. देखते हैं ഓരോ വർഷവും തന്നെ ഓരോ രാജ്യത്തെയും ദേശീയ സമ്മേളനങ്ങളിൽ നിന്നും നാം ഈ കാഴ്ച കാണുന്നു. कि मुल्क के तूर अर्ज से ഇന്നും ഈ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. इतने बर्दाश्त करके നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യാത്രാ ക്ലേശങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് പണം ചെലവഴിച്ചുകൊണ്ട് ജുമാ നമസ്കരിക്കാൻ ജനങ്ങൾ വന്നിരിക്കുന്നു. ये सब हज़रत കാലത്തിന്റെ ഖലീഫ ഇവിടെ വന്നിട്ടുണ്ട് എന്ന ഒറ്റ കാരണത്താലാണിത്. ഇതെല്ലാം തന്നെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള സ്നേഹം കാരണമാണ്. അവർക്ക് അത് കാരണമാണ് ഖിലാഫത്തിനുള്ള ഈ ബന്ധം അവർക്കുള്ളത്. അതുകൊണ്ട് हाँ, इस तरफ ये देखे और हर दिल जो और दिमाग കാണുന്ന കണ്ണുകളുണ്ടെങ്കിൽ, करने वाला है इस बात को अपने सामने ചിന്തിക്കുന്ന മനസ്സുകളുണ്ടെങ്കിൽ, अल्लाह ताला की हस्ती ഇതെല്ലാം തന്നെ और जमात की सच्चाई അള്ളാഹുവിലുള്ള വിശ്വാസവും मजबूत से मजबूत ജമാഅത്തിന്റെ സത്യതയും സുദൃഢപ്പെടുത്തുന്നതിന് निशानी बताई അവർക്ക് മതിയായ തെളിവുകളാണ്. के बाद ആ മഹാത്മാവ് ഒരു സത്യവാനായ അഹമ്മദിയുടെ മറ്റൊരടയാളം പറഞ്ഞത് ബയ്യത്തിൽ വന്നതിനു ശേഷം അവർക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതാണ് എന്നാണ്. പറയുന്നു, അള്ളാഹു ഇക്കാലത്തൊരു സത്യവാനെ അയച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു ജമാഅത്തിനെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയുണ്ടായി. कि अल्लाह ताला അതിനാൽ നാം ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തുക. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ നാം എത്രമാത്രം മുന്നേറിയിരിക്കുന്നു. सालिया जिनकी बजा लाने का अल्लाह ताला ने कुरान करीम हुक्म വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ച സൽപ്രവർത്തികൾ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി നാം ചെയ്യുന്നുണ്ടോ? आ रहे हैं या उन्हें तलाश करने के അത് तलाश करके बजा लाने की അന്വേഷിച്ച് കണ്ടെത്തി अगर नहीं അവ നടപ്പിൽ വരുത്തുന്നുണ്ടോ? तो अभी हम ഇതൊന്നും നാം ചെയ്യുന്നില്ലെങ്കിൽ നാം
അസ്ലംന ഇസ്ലാമിൽ പ്രവേശിച്ചു എന്ന് മാത്രം പറയുന്ന ആ താഴ്ന്ന അവസ്ഥയിലായിരിക്കും. कि हम ईमान നാം വിശ്വാസത്തിൽ സുദൃഢരാകണമെന്ന് അള്ളാഹു की നമ്മോട് ആവശ്യപ്പെടുന്നു. अल्लाह ताला की हमसे ये मुतालबा है कि हम ईमानों में मजबूत हों. അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മൾ വിശ്വാസത്തിൽ ദൃഢപ്പെടണം എന്നുള്ളതാണ്. मैं खूब जानता हूँ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, हमारी जमात और हम जो कुछ हैं നമ്മുടെ ജമാഅത്തും इसी हाल में നാമും अल्लाह ताला की എല്ലാം തന്നെ ताई അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരായി തീരുന്നത് कि हम सिराते मुस्तकीम पर സിറാത്തെ മുസ്തഖീമിൽ ചരിക്കുമ്പോഴായിരിക്കും എന്ന് ഞാൻ ശരിക്കും അറിയുന്നു. फरमाया मैं खूब जानता हूँ कि हमारी जमात और हम जो कुछ हैं പറയുന്നു, इस हाल നമ്മുടെ ജമാഅത്തും നാമും എല്ലാം തന്നെ हाल होगी कि हम അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരായി തീരുന്നത് सल्लल्लाहु अलैहि वसल्लम സിറാത്തെ മുസ്തഖീമിൽ ചരിക്കുമ്പോഴും और सच्चे തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ कुरान शरीफ की पाक പരിപൂർണമായും പിൻപറ്റുമ്പോഴും अमल बनावे. വിശുദ്ധ ഖുർആന്റെ इन बातों को हम പവിത്രമായ അധ്യാപനങ്ങളെ करें. തങ്ങളുടെ ജീവിത മാർഗരേഖയായി സ്വീകരിക്കുമ്പോഴും ഇവയെല്ലാം നമ്മുടെ അവസ്ഥയിലും बातों पर अमल करें. കർമ്മത്തിലും പ്രകടമാക്കുമ്പോഴുമാണ്. काल से सिर्फ जुबानी बातें ना हो. अगर हम इस तरीके को इख्तियार करेंगे तो यकीनन याद रखो कि सारी दुनिया भी मिलकर हमको हलाक ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണെന്ന് तो हम हलाक നമ്മുടെ പ്രവർത്തനം സാക്ഷ്യം പറയണം. വെറും വാക്കുകൾ പോരാ. हमारे साथ होगा. ഈ മാർഗം നാം സ്വീകരിക്കുകയാണെങ്കിൽ ലോകം മുഴുവനും നമ്മെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ പോലും നാം നശിപ്പിക്കപ്പെടുകയില്ല എന്നോർക്കുക. हमारी हलाकत കാരണം അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടാകും. की जरूरत नहीं. എന്നാൽ നാം അള്ളാഹുവിന്റെ मुखालफत की हालत ധിക്കാരികളും അവനോട് ബന്ധം വിച്ഛേദിക്കുന്നവരുമായി മാറുകയാണെങ്കിൽ നമ്മെ നശിപ്പിക്കാൻ മറ്റൊരു പദ്ധതിയുടെയും ആവശ്യമില്ല, इख्तियार ना करो. ഒരു എതിർപ്പിന്റെയും ആവശ്യമില്ല. അവൻ ആദ്യം നമ്മെ നശിപ്പിക്കുന്നതാണ്. പറയുന്നു, ഓർക്കുക, തഖ്വ സ്വീകരിക്കുന്നില്ലെങ്കിൽ कसीर हिस्सा അള്ളാഹു ഉദ്ദേശിക്കുന്ന നന്മയിൽ നിന്നും ഒരു വലിയ ഭാഗം കരസ്ഥമാക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു ആദ്യം നിങ്ങളെ തന്നെ നശിപ്പിക്കുന്നതാണ്. होते हो കാരണം നിങ്ങൾ ഒരു സത്യത്തെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ട് പ്രവർത്തനത്തിൽ അതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. तकवा इख्तियार ना ബൈഅത്ത് ചെയ്തു എന്നതിൽ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക. किसी से रिश्ता പൂർണ്ണമായ രീതിയിൽ തഖ്വ സ്വീകരിക്കാത്തിടത്തോളം ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അള്ളാഹുവിന് ആരുമായും കുടുംബബന്ധമില്ല. और तुम भी उसी അവൻ ആരോടും വിവേചനം കാണിക്കുകയുമില്ല. നമ്മുടെ എതിരാളികളും അവന്റെ തന്നെ സൃഷ്ടികളാണ്, നിങ്ങളും അവന്റെ സൃഷ്ടികളാണ്. വിശ്വാസപരമായ കാര്യം മാത്രം ഫലം ചെയ്യില്ല, നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നായി തീരേണ്ടതാണ്. देने തഖ്വയിൽ മുന്നേറാനും സൽപ്രവൃത്തിയിൽ ശ്രദ്ധയൂന്നാനും ദുആയുടെ കടമകൾ നിറവേറ്റുന്നതിലേക്കും ജമാഅത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, निरा बदियों से बचना कोई कमाल नहीं. हमारी जमात को चाहिए തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് മാത്രം വലിയ ശ്രേഷ്ഠതയൊന്നുമല്ല. कि उन्हें നമ്മുടെ ജമാഅത്തിലുള്ളവർ ഇതിൽ മാത്രം പ്രവർത്തനത്തെ ഒതുക്കരുത്. जिसके രണ്ട് രീതിയിലുള്ള ശ്രേഷ്ഠതകളും കൈവരിക്കാൻ അവർ പ്രയത്നിക്കേണ്ടതാണ്. बदियों से അതിനായി കഠിന പ്രയത്നവും പ്രാർത്ഥനയും വേണം. അതായത് തിന്മയിൽ നിന്നും രക്ഷപ്പെടുക, അതോടൊപ്പം തന്നെ നന്മ ചെയ്യുക. इंसान दूसरे इंसान पर अपने अमल से असरअंदाज होता है. इसलिए आपने ഒരു മനുഷ്യൻ तुम्हारा एक होना चाहिए. മറ്റൊരാളിൽ തന്റെ പ്രവർത്തനം മുഖേനയാണ് സ്വാധീനം ചെലുത്തുക. नेक अमाल में അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നായി തീരേണ്ടതാണ്. ദഅവത്തെ ഇലല്ലാഹ് ചെയ്യുന്നവരോട് സൽപ്രവൃത്തി ചെയ്യാനും അള്ളാഹു പറഞ്ഞതിനാണ്. ഇത് സംബന്ധമായി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മൃദുല നയം സ്വീകരിക്കുക. ഈ പ്രസ്ഥാനത്തിന്റെ സത്യത നിങ്ങളുടെ പരിശുദ്ധ അന്തരംഗ മുഖേനയും പാവനമായ പ്രവൃത്തി മുഖേനയും സാക്ഷ്യപ്പെടുത്തുക. ഇതെന്റെ ഉപദേശമാണ്, ഇത് ഓർമ്മ വെക്കുക. ഈ പ്രസ്ഥാനത്തിന്റെ സത്യത ലോകത്തിന് മനസ്സിലാകുന്നത് बाहर एक हो जाएंगे. നമ്മുടെ അകവും പുറവും ഒന്നായിത്തീരുമ്പോഴാണ്. जब हम നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നായിത്തീരുമ്പോഴാണ്. रसूल तालीम बताकर നവാഗതർക്ക് ഇസ്ലാമിന്റെ മനോഹര സന്ദേശം കൽപ്പിച്ചുകൊണ്ട് നമ്മിൽ അവരെ ഉൾക്കൊള്ളിക്കുമ്പോഴാണ്. फिर रंग नस्ल कौम के फर्क को मिटाकर सही इस्लामी तालीम വർണ്ണവർഗ ജാതിയുടെ അതിർവരമ്പുകളെ ഇല്ലാതാക്കി भाइयों की तरह എല്ലാവരെയും നമ്മിൽ സമന്വയിപ്പിച്ചുകൊണ്ട്
യഥാർത്ഥ ഇസ്ലാമിക സാഹോദര്യം സ്ഥാപിക്കുമ്പോഴായിരിക്കും. നമ്മുടെ ബന്ധുക്കളെ പോലെ അവരോട് പെരുമാറുമ്പോഴായിരിക്കും. ആഫ്രിക്കൻ അമേരിക്കൻ വിഭാഗത്തിൽപ്പെട്ട പലരും കഴിഞ്ഞ കാലങ്ങളിൽ അഹമ്മദികളായിട്ടുണ്ട്. അവരുടെ സന്താനങ്ങൾ ജമാഅത്തിൽ നിന്നും അകലുകയുണ്ടായി. അതിനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് വന്ന പരാതികൾ പരിശോധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പാകിസ്ഥാൻ അഹമ്മദികളിൽ ഭൂരിഭാഗവും യഥാർത്ഥ അർത്ഥത്തിൽ അവരെ തങ്ങളിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു, എന്നാൽ അതനുസരിച്ച് പ്രവർത്തിച്ചില്ല. വിശ്വാസത്തിലേക്ക് നോക്കാതെ ജനങ്ങളെ നോക്കി എന്നത് ജമാഅത്തിൽ നിന്നും അകന്നവരുടെ ദൗർഭാഗ്യം തന്നെയാണ്. എന്നാൽ അവരുടെ വഴികേടിന് കാരണമായവരും ഈ ദൗർഭാഗ്യത്തിൽ ഉൾപ്പെടുകയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമുണ്ട്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഉദ്ധരണി കൂടി ഞാൻ കേൾപ്പിക്കുകയാണ്. പറയുന്നു, വസ്ത്രങ്ങൾ ഉന്നതമായിട്ടുള്ളവരും ധനികരും തിന്നും കുടിച്ചും ജീവിക്കുന്നവരുമല്ല അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവർ എന്ന കാര്യം ഓർക്കുക. ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നവരാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർ. അവർ പൂർണ്ണമായും അള്ളാഹുവിനായി തീരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ രണ്ടാമത് പറഞ്ഞ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക, ആദ്യത്തെ കാര്യത്തിലേക്കല്ല. പറയുന്നു, അവന്റെ വാഗ്ദാനങ്ങൾ ഒന്ന് ഇതുമാണ്, നിന്നെ പിൻപറ്റുന്നവർക്ക് നിന്റെ നിഷേധികൾക്കുമേൽ ഖിയാമത്ത് നാൾ വരെ വിജയം നൽകുന്നതാണ്. എന്റെ അനുയായികൾക്ക് എന്റെ എതിരാളികൾക്കും നിഷേധികൾക്കും മേൽ വിജയം നൽകും എന്നത് സത്യം തന്നെയാണ്. എന്നാൽ ഇവിടെ ചിന്തനീയമായ വിഷയം, എന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തത് കൊണ്ട് മാത്രം എന്റെ അനുയായി വൃന്ദത്തിൽ പ്രവേശിക്കുകയില്ല. അനുസരണത്തിന്റെ പൂർണ്ണമായ മാതൃക തങ്ങളിൽ ഉണ്ടാക്കാത്തിടത്തോളം അനുസാരികളിൽ അവർ ഉൾപ്പെടുകയില്ല. പൂർണ്ണമായ അനുസരണമായിരിക്കണം, അതായത് അനുസരണത്തിൽ തന്നെ പൂർണ്ണമായി ലയിപ്പിക്കണം. എന്റെ കാൽപ്പാടുകളെ അനുപദം അനുഗമിക്കണം. ഇത് ചെയ്യാത്തവരെ അനുയായി എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, എന്നെ അനുസരിക്കുന്നതിൽ തങ്ങളെ പൂർണ്ണമായും ലയിപ്പിക്കുന്ന ഒരു ജമാഅത്തിനെയാണ് എനിക്കായി അള്ളാഹ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ്. എന്നെ പൂർണ്ണമായും അനുധാനം ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇതിലൂടെ എനിക്ക് സംതൃപ്തി കൈവരുന്നു. എന്റെ ദുഃഖം പ്രതീക്ഷയായി പരിവർത്തിക്കപ്പെടുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് പൂർണ്ണമായി അദ്ദേഹത്തെ അനുഗമിക്കുന്ന ജമാഅത്തിനെ ഉണ്ടാക്കാനുള്ള ചിന്തയാണ് ഉണ്ടായിരുന്നത്. ഈ ദുഃഖത്തിൽ അദ്ദേഹം അസ്വസ്ഥരാകാറുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഖിയാമത്ത് നാൾ വരെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയുമുണ്ട്. അള്ളാഹു തആല തന്റെ ഫദ്ലിനാൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് സമ്പൂർണമായി പിൻപറ്റുന്ന ആത്മാർത്ഥരായ ആളുകളെ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം നമ്മെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിക്കുന്ന സ്ഥാനം കരസ്ഥമാക്കുന്നവരായി നമ്മിൽ ഓരോരുത്തരും മാറേണ്ടതാണ്. ഈ സ്ഥാനം കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അഹമ്മദിയത്തിന്റെ വിജയത്തെ സ്വന്തം കണ്ണുകളെ കൊണ്ട് കാണാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله
ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر